ഇപ്പോൾ വിൻഡോസ് 11 ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു ലോഞ്ച് അവർ പറഞ്ഞിരുന്നു ആൻഡ്രോയിഡ് ആപ്സിൻ്റെ സപ്പോർട്ടും വിൻഡോസ് 11 വരുത്തുന്നു. അപ്പം അങ്ങനെ വിൻഡോസ് 11 ഇപ്പം ആൻഡ്രോയിഡിൻ്റെ കുറേ ആപ്സ് ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിൻഡോസിന് വേണ്ടി മാത്രമായിട്ട് ഡെവലപ്പേഴ്സ് ഇപ്പം ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേയധികം വിൻഡോസ് 10 യൂസേഴ്സ്, ഇപ്പോൾ ഞാനടക്കം വിൻഡോസ് 10 യൂസറാണ്. എൻ്റെ ഒരു ലാപ്ടോപ്പിൽ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യില്ല. ഇൻ്റൽ 6th Gen ആണ്. ഓക്കെ, ഇൻ്റലിൻ്റെ ഒരു 7th or 8th Gen മേളിലായിരിക്കണം ആ ഒരു വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇത്തരം ഡിവൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ വിൻഡോസ് 11 യൂസേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ വിൻഡോസ് 10 യൂസേഴ്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് വാട്സപ്പിൻ്റെ വാട്സപ്പ് വെബ് ആപ്ലിക്കേഷൻ. നിങ്ങൾ മിക്കവാറും യൂസ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു ആപ്ലിക്കേഷൻ. വിൻഡോസ് 10 ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ടുള്ളതാണ് ഈ ഒരു വാട്സപ്പ് എന്ന് പറഞ്ഞൊരു വിൻഡോസിൻ്റെ സ്റ്റോറിലുള്ളൊരു ആപ്ലിക്കേഷൻ. ഈ 2020 ഒക്ടോബർ മാസത്തിന് മുമ്പ് വരെ ഈ ഒരു വാട്സപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി കണ്ട ആപ്ലിക്കേഷൻ വെറും സൈറ്റായിരുന്നു. ആ ഒരു വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ എക്സാക്റ്റ് കോപ്പി തന്നെയായിരുന്നു ഈ ഒരു വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ, ആ ഒരു മൈക്രോസോഫ്റ്റ് സ്റ്റോറിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ഒക്ടോബർ മാസത്തിൽ അവർ റീഡിസൈൻ ചെയ്ത് വിൻഡോസ് 11 വരുന്ന ആ ഒരു ടൈപ്പ് ആപ്ലിക്കേഷനാണ് ഇപ്പം വിൻഡോസ് 10 വരുന്നത്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൻ്റെ ആ ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു കാര്യം, വിൻഡോസ് 10 ആ ഒരു മൈക്രോസോഫ്റ്റ് സ്റ്റോർ വിൻഡോസ് 11 ബേസിലുള്ള സ്റ്റോർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിൻഡോസ് 11 അത്രയും ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഏകദേശം ഫീച്ചേഴ്സും വിൻഡോസ് 10 നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം ഈ വിൻഡോസിനെ പറ്റി പറയാനല്ല, ഈ ഒരു വാട്സപ്പിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് പറയാനുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ മെയിനായിട്ട് ഒരു വാട്സപ്പ് പോലെ തന്നെയാണ്. നിങ്ങളുടെ ഡിവൈസിലുള്ള ആ ഒരു വാട്സപ്പ് ഈ ഒരു വാട്സപ്പ് വെബിൽ സ്കാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു QR കോഡൊക്കെ സ്കാൻ ചെയ്ത് നിങ്ങൾ അതിനകത്ത് കയറുവാണെങ്കിൽ രണ്ടും രണ്ട് വാട്സപ്പാണ്. നമ്മുടെ ഫോൺ ഇല്ലെങ്കിലും നമുക്ക് അതിൽ കൂടെ വാട്സപ്പ് യൂസ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് വരും, സ്റ്റിക്കർ സെൻഡ് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റസ് ഇടാൻ പറ്റും. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മൈക്രോസോഫ്റ്റ് സ്റ്റോറിലുള്ള വാട്സപ്പിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം നേരത്തെ ആ ഒരു വാട്സപ്പ് വെബിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മളുടെ ഫോൺ അടുത്ത് വേണം, നെറ്റ് കണക്ഷനിലായിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. മൾട്ടിപ്പിൾ ഡിവൈസ് സപ്പോർട്ട് വാട്സപ്പ് കൊണ്ടുവരുന്ന ആ ഒരു ടൈം മുതൽ ആ ഒരു പ്രശ്നം ഒഴിവായിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ അടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസിൽ നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റീഡിസൈൻഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. വിൻഡോസ് 11-േതായിട്ടുള്ളൊരു ടച്ചൊക്കെ ഉണ്ട് ഈ ഒരു വാട്സപ്പിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനിൽ. നമുക്ക് ആ ഒരു സെറ്റിങ്സിൽ നമുക്ക് നമ്മുടെ ആ ഒരു അക്കൗണ്ട് മാനേജ് ചെയ്യാനും അങ്ങനത്തെ കുറേയധികം സെറ്റിങ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനും കാണാനുള്ള സെറ്റപ്പ് വരുന്നുണ്ട്. പിന്നെ ഫയൽ സിസ്റ്റം തന്നെ മാറിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം നമുക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വിൻഡോസ് യൂസറാണ്, പിന്നെ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഡിവൈസോ ഐഫോൺ ഏതായിക്കോട്ടെ, ഇപ്പം പ്രൊഡക്ടിവിറ്റിയാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ വാട്സപ്പ് നിങ്ങളുടെ ആ ഒരു വിൻഡോസ് ഡിവൈസിൽ ഡൗൺലോഡ് ചെയ്യുക, സ്കാൻ ചെയ്ത് വെക്കുക, യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ ഫോൺ ഓഫായി പോയാലും നിങ്ങൾക്ക് വാട്സപ്പ് നൈസായിട്ട് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാം. ഇപ്പം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വിൻഡോസ് ആപ്പ് തന്നെയാണ് ഈ ഒരു വാട്സപ്പിൻ്റെ ഈ ഒരു മൈക്രോസോഫ്റ്റിലുള്ള ഇപ്പോഴത്തെ വാട്സപ്പ്. അപ്പോൾ അത്രയുള്ള ഈ വീഡിയോയിൽ പറയാനുള്ളത്, വാട്സപ്പ് ഹാർഡ് കോർ വാട്സപ്പ് യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ വിൻഡോസിൽ കൂടെ നമുക്ക് വാട്സപ്പ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കീബോർഡൊക്കെ യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടിക്ക് വീഡിയോ ആയിട്ട് കാണാം.